പ്രായത്തിലുള്ള കുട്ടികളിൽ പ്രീഫ്രണ്ടൽ കോർട്ടക്സിൻ്റെ വളർച്ച പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. അത് പൂർത്തീകരിക്കപ്പെടുന്നത് ഏകദേശം 25 വയസ്സോടുകൂടി മാത്രമാണ്. അതിന് മുൻപുണ്ടാകുന്നത് ലിംബിക് സിസ്റ്റവും അമിഗ്ഡാല എന്ന് പറയുന്നത് ഇമോഷൻ ബ്രെയിനാണ്. അപ്പോൾ ഈ സമയത്ത് വൈകാരികമായ കാര്യങ്ങൾക്കായിരിക്കും പ്രാധാന്യം കൂടുതൽ. എടുത്തിയാട്ടം കൂടുക, ദേഷ്യം കൂടുക, പെട്ടെന്ന് പ്രതികരിക്കാനുള്ള പ്രവണത ഉണ്ടാവും. കാരണം നമുക്കെൻ്റെ എല്ലാവരുടെ ഉള്ളിൽ ഒരു സർവൈവൽ ടെൻഡൻസി ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഈ കൗമാരപ്രായത്തിൻ്റെ ഘട്ടത്തിൽ നമുക്കെപ്പോഴും പെട്ടെന്ന് പ്രതികരിക്കുകയും പെട്ടെന്ന് വഴക്കുണ്ടാക്കാനും ഉള്ള ഒരു ഭാവം കുട്ടികളിലുണ്ടാവും. അതിനെ കൺട്രോൾ ചെയ്യുന്നത് ഈ പ്രീഫ്രണ്ടൽ കോർട്ടക്സാണ്, കോഗ്നിറ്റീവ് ബ്രെയിനാണ്. പക്ഷേ കൗമാരപ്രായത്തിലുള്ള കുട്ടികൾ ലഹരി വസ്തു ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ ഈ കോഗ്നിറ്റീവ് ബ്രെയിനിൻ്റെ വളർച്ച മുരടിക്കുകയും അല്ലെങ്കിൽ അതിൻ്റെ വളർച്ച കൃത്യമായ രീതിയിൽ ആവാതെ വരികയും ചെയ്യുന്നത് കൊണ്ട് വൈകാരികമായ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൂടും. അപ്പോൾ പെട്ടെന്ന് വഴക്കുണ്ടാക്കാനുള്ള പ്രവണത, ദേഷ്യം വരാനുള്ള പ്രവണത, അതിനോടൊപ്പം തന്നെ മാനസിക രോഗാവസ്ഥകളുണ്ടാവും. എന്നെ എല്ലാവർക്കും സംശയമാണ് എന്ന് പറയുന്ന ചിന്താഗതികൾ, ഇവരുടെ ഉള്ളിലുള്ള ഹാലുസിനേഷൻ ബിഹേവിയറുകൾ, വിഭ്രാന്തികൾ, സംശയരോഗങ്ങൾ ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ പലപ്പോഴും അറിയാം, ഇപ്പം മദ്യപിക്കുന്നവർ, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരൊക്കെ ആണെങ്കിൽ ചുമ്മാ നോക്കിയാൽ മതി, എന്നോട് എന്നെ നോക്കുന്നതെന്ന് ചോദിക്കും. അപ്പോൾ അവൻ്റെ ഉള്ളിൽ ചിന്ത വരുന്നത് എന്നെ ആരൊക്കെ നിരീക്ഷിക്കുന്നുണ്ട് എന്ന് പറയുന്ന ഒരു ചിന്തയാണ്. അപ്പം ഈ ചിന്ത ശക്തിപ്പെടുമ്പോൾ ഇവരെല്ലാവരും എന്നെ നിരീക്ഷിക്കാൻ വന്നിരിക്കുന്നവരാണ് എന്ന് പറയുന്നൊരു ഭാവത്തിലേക്ക് വരികയും പെട്ടെന്ന് കയറി വഴക്കുണ്ടാക്കാനുള്ള ഒരു ഭാവം വരികയും ചെയ്യും. അപ്പോൾ ആ ഒരു തലത്തിൽ ഇവർക്ക് അക്രമവാസനകൾ കൂടും. പിന്നെ മറ്റൊരു കാര്യം, ഒരു ഘട്ടം കഴിയുമ്പോൾ, ലഹരി വസ്തുവിൽ കടന്നു വന്ന ഒരു ഘട്ടം കഴിയുമ്പോൾ ഞങ്ങളിങ്ങനെയായി പോയി എന്ന് പറയുന്നൊരു ചിന്ത വരും. മാതാപിതാക്കൾ വഴക്കുണ്ടാക്കുന്നു, നീ ഇങ്ങ് നന്നാവിയല്ല എന്ന് പറയുന്നു. അപ്പോൾ അവൻ്റെ കൂട്ടുകെട്ടുകൾ പൂർണ്ണമായും മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ലോബികൾ, മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന സുഹൃത്തുക്കൾ മാത്രമേ മാറുകയും അവരുടെ ലോകത്തിലേക്ക് മാറ്റപ്പെടും. അവിടെ ഈ പറഞ്ഞിരിക്കുന്ന അക്രമവാസനകൾക്ക് പ്രാധാന്യം കൂടും. കാരണം സാമ്പത്തികപരമായ കുറ്റകൃത്യങ്ങൾക്ക് ഇത് കടത്തുവാനും മയക്കുമരുന്ന് കടത്തിക്കൊണ്ട് പോകാനൊക്കെ ഇത് ആവശ്യമാണ്. അപ്പോൾ അങ്ങനെ വരുന്ന കുട്ടികൾക്ക് അവർക്ക് ഈ കൊട്ടേഷൻ, കാരണം എങ്ങനെയും പണം ഉണ്ടാക്കിയേ പറ്റുള്ളൂ, മയക്കുമരുന്ന് ഉപയോഗിച്ചേ പറ്റുള്ളൂ, സാമ്പത്തികപരമായ മാർഗ്ഗം അറിയില്ല. ചിലപ്പോൾ സംഭവിക്കുന്ന പ്രശ്നം, ഒരു പ്രാവശ്യം കേസിൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവർ ജയിലിലേക്ക് പോകുന്നു, പുറത്തിറങ്ങുന്നു. അതോടൊരു തീരുമാനമാകുന്നു, ഇനി ഞങ്ങൾ എന്തായാലും ഇങ്ങനെയാണ്, കാരണം മൊത്തത്തിൽ പേരായി, മയക്കുമരുന്നിൽ പിടിക്കപ്പെട്ട് ജയിലിലായിരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ മറ്റുള്ള സുഹൃത്തുക്കളെല്ലാം വഴിമാറ്റപ്പെടുന്നു. പിന്നെ ഇവൻ്റെ സൗഹൃദം എന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന ഓൾറെഡി നിലവിലുള്ള ലഹരി ഉപയോഗിക്കുന്ന വ്യക്തികൾ മാത്രമായി മാറും.